മണിക്കൂറിൽ 4 ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഈ മണിക്കൂറിൽ 2 ജില്ലകളിലും ഓറഞ്ച് അലർട്ടുണ്ട്. മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും വേനൽമഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. അലക്സ് റാമുഹമ്മദ് തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അലക്സ്, അങ്ങനെ ആശ്വാസ വാർത്തയാണ് ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നതെന്ന് പറയാം. വേനൽമഴ ശക്തമായി പെയ്തെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ ഈ ഉഷ്ണത്തിന് ഒരു കുറവുണ്ടാവുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ വിലയിരുത്തലുണ്ടായിരുന്നു. അപ്പോൾ മഴ വരുന്നു അല്ലേ? പ്രജന, തീർച്ചയായും സംസ്ഥാനത്ത് അതികഠിനമായ ചൂട് തുടരുന്നതിനിടെയാണ് ആശ്വാസ വാർത്ത എത്തുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അനുസരിച്ച് സംസ്ഥാനത്ത് വേനൽമഴ സജീവമാകുമെന്നാണ് മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് ഇന്ന് മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ വേനൽമഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴ ഈ 7 ജില്ലകളിൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പുണ്ട്. തൊട്ടടുത്ത ദിവസം 7 ജില്ലകളിൽ വീണ്ടും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ വരുന്ന ദിവസങ്ങളിലും വേനൽമഴ ഒരുപക്ഷെ കൂടുതൽ സജീവമായി തുടരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലായിരിക്കും വേനൽമഴ ശക്തിയായി ലഭിക്കുക. അതോ ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും കൂടി സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ മുന്നറിയിപ്പുകൾ കൂടി പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടിമിന്നൽ ഏറ്റുള്ള അപകടങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇടിമിന്നൽ ജാഗ്രതാ മുന്നറിയിപ്പുകൾ പാലിക്കണം. 4 മണിക്ക് വരുന്ന ടൈംലി അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നൗകാസ്റ്റ് അനുസരിച്ചാണെങ്കിൽ ചില ജില്ലകളിൽ, അതായത് 5 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് അടുത്ത 3 മണിക്കൂറിൽ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടി ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. ആ ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ് അടുത്ത 3 മണിക്കൂറിലേക്ക് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, എറണാകുളം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും അതുപോലെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാകട്ടെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള 3 മണിക്കൂർ, അതായത് ഇത് ഓരോ മണിക്കൂർ വെച്ചും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൗകാസ്റ്റ് നൽകുന്നതാണ്. അങ്ങനെ അടുത്ത 3 മണിക്കൂറിലേക്കുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരം മേഘാവൃതമാണ്. നഗര ഗ്രാമീണ മേഖലയിൽ തിരുവനന്തപുരത്ത് മഴ ലഭിക്കും. പ്രത്യേകിച്ച് നഗരമേഖലയിൽ ഉടൻ തന്നെ മഴ പെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഗ്രാമീണ മേഖലയിലും മലയോര മേഖലയിലും തിരുവനന്തപുരത്ത് മഴയുണ്ട് താനും. പ്രജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.